അസ്സലാമു ഏറ്റവും ആദരണീയനായ സീദ് ഹമീദ് ആറ്റിക്കോയങ്ങളോട് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സയ്യിദ്, അതുപോലെ തന്നെ ബഹുമാന്യരായ ഉസ്താദുമാർ, വേദിയിൽ സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരും ആദരണീയരും പ്രിയകരവുമായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രാർത്ഥനയുടെ വേദിയാണ്. ആ പ്രാർത്ഥനയിൽ പങ്കാളികളാകാൻ വേണ്ടി എത്തിച്ചേർന്നവരാണ് ഈ പന്തലിൽ ധരിച്ചുകൂടിയിട്ടുള്ള ആയിരക്കണക്കായ മനുഷ്യരുടെ അടുത്തുണ്ട്. അതിനിടയിൽ കാലഘട്ടം ആവശ്യപ്പെടുന്ന സമൂഹവും നാടും ലോകവുമൊക്കെ ആഗ്രഹിക്കുന്ന മനോഹരമായ ഒരു നിമിഷത്തിന് സാക്ഷിയാകാൻ കൂടിയാണ് ഇന്ന് എത്തിച്ചേർന്ന എല്ലാവരും. പ്രിയപ്പെട്ട ശോഭന, അതുപോലെ തന്നെ അജീഷ്, കൃഷ്ണേന്ദു, വിനോദ്, ഈ 4 പേരും 2 വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ദേശങ്ങളിൽ നിന്ന്, നാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നത് സഹോദര സമുദായങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ഒരു വേദിയായി ഈ മനോഹരമായ പ്രാർത്ഥനാ സദസ്സ് ഇന്ന് മാറിയിരിക്കുകയാണ്. ദീർഘമായിട്ട് എന്തായാലും സംസാരിക്കുന്നില്ല. ഉസ്താദന്മാരെ സംസാരിക്കാനുണ്ട്, ഇവിടെ പ്രാർത്ഥനകൾ നടക്കാനുണ്ട്. മറ്റു കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്ത് മുഴുവൻ ഇന്നേറെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യന്റെ പ്രാർത്ഥനകൾ മുഴുവൻ ലോകത്ത് സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്നതിനെ കുറിച്ചും പരസ്പര സൗഹാർദ്ദത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനാണ് ലോകത്ത് എല്ലാവരും നിന്ന് ആഗ്രഹിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സങ്കടപ്പെടുന്നവന്റെയും വേദനിക്കുന്നവന്റെയും അകാരണമായി കൊല ചെയ്യപ്പെടുന്നവന്റെയും ഒക്കെ വാർത്തകളാണ്. മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന വാർത്തകളെക്കാൾ കൂടുതൽ ദൃശ്യമാധ്യമങ്ങളിലാവട്ടെ പത്രമാധ്യമങ്ങളിലാവട്ടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സങ്കടപ്പെടുന്ന വാർത്തകളാണ്.